ഡാർക്ക് സൈക്കോളജി, മനസ്സിന്റെ ഇരുണ്ട രഹസ്യങ്ങൾ, 20 തന്ത്രങ്ങൾ. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒരു പ്രധാന മുന്നറിയിപ്പ്. ഇത് ദുർബല ഹൃദയർക്കുള്ള വീഡിയോ അല്ല. ലോകം നിറയെ നന്മയും സ്നേഹവും മാത്രമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇത് നിങ്ങൾക്ക് വേണ്ടി ഉള്ളതാവില്ല. കാരണം ഇന്ന് നമ്മൾ മനുഷ്യന്റെ മനസ്സിന്റെ ആഴങ്ങളിൽ ഒളിപ്പിച്ചുവച്ചിരിക്കുന്ന ആ ഇരുണ്ട സത്യങ്ങളെയാണ് തുറന്നുകാട്ടാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങളെ ഡാർക്ക് സൈക്കോളജിയുടെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അവിടെ ആളുകൾ അവരുടെ വാക്കുകൾ, ശരീരഭാഷ, കൗശലങ്ങൾ എന്നിവ ഉപയോഗിച്ച് മറ്റുള്ളവരുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നു. നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്ക് ഈ അപകടകരമായ യാത്ര തുടങ്ങാം. പക്ഷെ ഓർക്കുക, ഈ അറിവ് ഉത്തരവാദിത്തത്തോടെ മാത്രം ഉപയോഗിക്കുക. ഇന്ന് നിങ്ങൾ 20 ഡാർക്ക് സൈക്കോളജിക്കൽ തന്ത്രങ്ങളെക്കുറിച്ച് പഠിക്കും. ഇവ മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ സഹായിക്കുക മാത്രമല്ല, ഒരാൾ നിങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണെന്ന് തിരിച്ചറിയാനും ഉപകരിക്കും. മനുഷ്യന്റെ മനഃശാസ്ത്രത്തിന്റെയും സ്വാധീനത്തിന്റെയും ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന നമ്മുടെ പരമ്പരയിലെ ആദ്യ ഭാഗമാണിത്. ഇരുണ്ട തന്ത്രങ്ങൾ, നിയന്ത്രണത്തിനായുള്ള 20 വഴികൾ. ട്രിക്ക് 1. അടുത്തിരിക്കുന്നതിന്റെ ശക്തി, ദ പവർ ഓഫ് സിറ്റിംഗ് ക്ലോസ്. നിങ്ങൾ ഒരു മീറ്റിംഗിലാണ് എന്ന് സങ്കൽപ്പിക്കുക. ഒരാൾ നിങ്ങളെ ദേഷ്യത്തോടെ നോക്കുന്നു. ഒരുപക്ഷെ അവർ ആക്രമണകാരിയായി പെരുമാറാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എന്തു ചെയ്യും? ഭയപ്പെടേണ്ട. നിങ്ങൾ പതുക്കെ എഴുന്നേറ്റ് അവരുടെ അടുത്ത് പോയി ഇരിക്കുക. എന്തുകൊണ്ട്? കാരണം മനഃശാസ്ത്രം പറയുന്നു, ഒരാൾക്ക് മുന്നിലിരിക്കുമ്പോൾ ദേഷ്യം പ്രകടിപ്പിക്കാൻ എളുപ്പമാണ്. എന്നാൽ നിങ്ങൾ അവരുടെ അടുത്തിരിക്കുമ്പോൾ 3 കാര്യങ്ങൾ സംഭവിക്കുന്നു. 1. ദേഷ്യം കാണിക്കാൻ അവർക്ക് ശരീരം തിരിക്കേണ്ടി വരുന്നു. അത് അസ്വസ്ഥതയുണ്ടാക്കും. 2. അടുത്തിരിക്കുന്നത് ഒരുതരം അറിയപ്പെടാത്ത മാനസിക സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. 3. കാര്യങ്ങൾ പെട്ടെന്ന് വ്യക്തിപരമായി മാറുന്നു. ഇത് ദേഷ്യം പ്രകടിപ്പിക്കുന്നത് ബുദ്ധിമുട്ടാക്കുന്നു. ഈ തന്ത്രം വളരെ സൂക്ഷ്മമാണ്. മുന്നിലിരിക്കുന്നയാൾക്ക് ഇത് മനസ്സിലാവുക പോലുമില്ല. പക്ഷേ നിങ്ങൾ സാഹചര്യത്തെ നിയന്ത്രിച്ചു കഴിഞ്ഞു. ട്രിക്ക് 2. ഭദ്രമായ ഉപദേശത്തിന്റെ മാന്ത്രികത, ദ മാജിക് ഓഫ് ജെന്റിൽ അഡ്വൈസ്. ഒരാൾ നിങ്ങളുടെ വാക്കുകളെ ഉടൻ വിശ്വസിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭദ്രമായ ഉപദേശം എന്ന തന്ത്രം ഉപയോഗിക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾ ഇങ്ങനെ പറയുന്നു: എന്റെ മുത്തശ്ശൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കഠിനാധ്വാനത്തേക്കാൾ വലിയ കുറുക്കുവഴികളില്ല എന്ന്. നിങ്ങളുടെ വാദത്തിന് പെട്ടെന്ന് ഭാരം കൂടുന്നു. ആളുകൾ സ്വാഭാവികമായും തങ്ങളെക്കാൾ മുതിർന്നവരുടെ വാക്കുകളെ വിശ്വസിക്കുന്നു. ഒരു മീറ്റിംഗിലോ വാദത്തിലോ നിങ്ങളിത് ഉപയോഗിക്കുമ്പോൾ ഈ തന്ത്രം കൂടുതൽ ഫലപ്രദമാകും. മുന്നിലിരിക്കുന്നയാൾ നിങ്ങളുടെ വാദത്തെ ഗൗരവമായി എടുക്കുക മാത്രമല്ല, സംശയിക്കുകയുമില്ല. ശബ്ദമുണ്ടാക്കാതെ പ്രവർത്തിക്കുന്ന ഡാർക്ക് സൈക്കോളജിയുടെ ആയുധമാണിത്. ട്രിക്ക് 3. ചെറിയ സഹായം, വലിയ സ്വാധീനം, സ്മോൾ ഹെൽപ്പ്, ബിഗ് ഇമ്പാക്റ്റ്. നിങ്ങൾക്കിഷ്ടമില്ലാത്ത ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അടുത്ത തവണ അവരോട് ഒരു ചെറിയ സഹായം ആവശ്യപ്പെടുക. നിങ്ങൾക്കൊരു പേന തരാമോ എന്ന് ചോദിക്കുന്നത് പോലെ. ഇത്തരമൊരു ചെറിയ സഹായം നിഷേധിക്കാൻ ബുദ്ധിമുട്ടാണ്. അവർ നിഷേധിച്ചാൽ അവർക്ക് ഉള്ളിൽ കുറ്റബോധം തോന്നും. അവർ സഹായിച്ചാൽ അവരുടെ മനസ്സിൽ നിങ്ങളുടെ പ്രതിച്ഛായ മാറാൻ തുടങ്ങും. ഇത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എഫക്റ്റ് എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഫ്രാങ്ക്ലിൻ തന്റെ ശത്രുവിനോടൊരു പുസ്തകം ചോദിച്ചു വാങ്ങി അവനെ ഒരു സുഹൃത്താക്കി മാറ്റിയെന്ന് പറയപ്പെടുന്നു. ചെറിയ സഹായം ആവശ്യപ്പെടുന്നത് വലിയ മാറ്റങ്ങളുടെ തുടക്കമാവാം. ട്രിക്ക് 4. കോട്ടുവായുടെ രഹസ്യം, ദ സീക്രട്ട് ഓഫ് ദി യോൺ. ആരെങ്കിലും നിങ്ങളെ ഒളിഞ്ഞു നോക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് ഉറപ്പാക്കാൻ ഒരു വിചിത്രമായ എന്നാൽ ഫലപ്രദമായ വഴിയുണ്ട്. അവരുടെ മുന്നിൽ വെച്ച് കോട്ടുവായിടുക. അതെ, കോട്ടുവായിടുക. എന്നിട്ട് ഉടൻ അവരെ നോക്കുക. അവരും കോട്ടുവായിടുകയാണെങ്കിൽ അവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്നാണ് അർത്ഥം. എന്തുകൊണ്ട്? കാരണം കോട്ടുവ പകരുന്നതാണ്, കണ്ടേജിയസ്. ഇതൊരു മാനസിക ആയുധമാണ്. ഒന്നും പറയാതെ തന്നെ മുന്നിലിരിക്കുന്ന വ്യക്തിയുടെ ഉദ്ദേശ്യം ഇത് നിങ്ങളെ അറിയിക്കും. ഡേറ്റിംഗിനായാലും മീറ്റിംഗിനായാലും ഈ തന്ത്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് അവരുടെ ലക്ഷ്യങ്ങൾ വായിച്ചെടുക്കാം. ട്രിക്ക് 5. അഡ്രിനാലിൻ മാന്ത്രികത, ദ മാജിക് ഓഫ് അഡ്രിനാലിൻ. ഒരാൾ നിങ്ങളെ ഒരിക്കലും മറക്കരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരുടെ ഹൃദയമിടിപ്പ് കൂട്ടുന്ന എന്തെങ്കിലും ചെയ്യുക. ഒരു റോളർ കോസ്റ്റർ സവാരി, ഒരു ഹൊറർ സിനിമ, അല്ലെങ്കിൽ ഒരു ത്രില്ലിംഗ് ഗെയിം പോലെ. അഡ്രിനാലിൻ ഹോർമോൺ പുറത്തിറങ്ങുമ്പോൾ തലച്ചോറ് ആ നിമിഷത്തെയും ആ വ്യക്തിയെയും എന്നേക്കുമായി ബന്ധിപ്പിക്കുന്നു. ഒരു ഡേറ്റിംഗിൽ ഇത് പരീക്ഷിക്കുക. നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളെ മറക്കാൻ കഴിയില്ല. സ്നേഹത്തെയും ആകർഷണത്തെയും അനശ്വരമാക്കുന്ന മനഃശാസ്ത്രത്തിന്റെ ആയുധമാണിത്. ട്രിക്ക് 6. സീരിയൽ പൊസിഷൻ എഫക്റ്റ്. ഒരു സംഭവത്തിന്റെ തുടക്കവും ഒടുക്കവുമാണ് ആളുകൾ കൂടുതൽ ഓർമ്മിക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിനെയാണ് സീരിയൽ പൊസിഷൻ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. നിങ്ങളൊരു അഭിമുഖത്തിന് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഊഴം ആദ്യത്തേതോ അവസാനത്തേതോ ആക്കാൻ ശ്രമിക്കുക. ഡേറ്റിംഗിന് പോകുമ്പോൾ തുടക്കവും ഒടുക്കവും അവിസ്മരണീയമാക്കുക. ഒരു പ്രത്യേക സംഭാഷണം, ഒരു ചെറിയ സമ്മാനം, അല്ലെങ്കിൽ ഒരു അദ്വിതീയ അനുഭവം എന്നിവ നൽകി. ഇത് മറ്റുള്ളവരുടെ മനസ്സിൽ എന്നേക്കുമായി നിങ്ങളെ പതിപ്പിക്കാൻ സഹായിക്കും. ട്രിക്ക് 7. മിററിംഗിന്റെ മാന്ത്രികത, ദ മാജിക് ഓഫ് മിററിംഗ്. നിങ്ങൾക്ക് ഒരാളുടെ വിശ്വാസം ഉടൻ നേടാൻ കഴിയുമോ? അവരുടെ ശരീരഭാഷയെ പ്രതിഫലിപ്പിക്കുക. മിററിംഗ്. അവർ കൈകൾ കൂട്ടിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളും അങ്ങനെ ചെയ്യുക. അവർ ചെറുതായി മുന്നോട്ട് ചാഞ്ഞ് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളും അതുപോലെ ചെയ്യുക. പക്ഷേ ശ്രദ്ധിക്കുക,
അവർക്ക് അതറിയാൻ കഴിയാത്തത്ര സൂക്ഷ്മമായിരിക്കണം ഇത്. ഈ തന്ത്രം തലച്ചോറിന് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണെന്ന വിശ്വാസം നൽകുന്നു. ഫലം ഉടനടി വിശ്വാസവും ബന്ധവും. ഇത് ദ 48 ലോസ് ഓഫ് പവർ എന്ന പുസ്തകത്തിലും പറയുന്നുണ്ട്. ഇത് വളരെ ശക്തമാണ്. ഇതിന്റെ ദുരുപയോഗം അപകടകരമാണ്. ട്രിക്ക് 8. ചൂടുള്ള കൈ, ഊഷ്മളമായ പ്രതിച്ഛായ, വാം ഹാൻഡ്സ്, വാം ഇംപ്രഷൻ. നിങ്ങൾ ഒരാളെ ആദ്യമായി കാണുമ്പോൾ നിങ്ങളുടെ കൈകൾ ചൂടുള്ളതാണെന്ന് ശ്രദ്ധിക്കുക. തണുത്ത കൈകൾ ദൗർബല്യത്തിന്റെ സന്ദേശം നൽകുന്നു. അതേസമയം ചൂടുള്ള കൈകൾ ആദരവിന്റെയും ആത്മവിശ്വാസത്തിന്റെയും സന്ദേശം നൽകുന്നു. ഈ ചെറിയ കാര്യം നിങ്ങളുടെ ആദ്യ മതിപ്പിനെ ഉണ്ടാക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യാം. അടുത്ത തവണ ഹസ്തദാനത്തിനു മുൻപ് നിങ്ങളുടെ കൈകൾ തിരുമുക. ഇത് ചെറിയ തന്ത്രമാണ്, പക്ഷേ അതിന്റെ സ്വാധീനം വളരെ വലുതാണ്. ട്രിക്ക് 9. ചിരിയുടെ മാനസിക സിഗ്നൽ, ദ സൈക്കോളജിക്കൽ സിഗ്നൽ ഓഫ് ലാഫ്റ്റർ. ഒരു കൂട്ടായ്മയിൽ ആളുകൾ ചിരിക്കുമ്പോൾ ഓരോ വ്യക്തിയും അറിയാതെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയെ നോക്കും. അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെയാണ് നോക്കുക. ഇതൊരു മാനസിക സിഗ്നലാണ്. ആരാണ് ആരോടാണ് ഏറ്റവും കൂടുതൽ സൗകര്യപ്രദമായി ഇരിക്കുന്നതെന്ന് ഇത് വെളിപ്പെടുത്തുന്നു. ഇതുപയോഗിച്ച് നിങ്ങളുടെ ഓഫീസ് അല്ലെങ്കിൽ സുഹൃദ് വലയത്തിലെ ഒളിഞ്ഞുകിടക്കുന്ന ബന്ധങ്ങൾ മനസ്സിലാക്കുക. ഇത് ഗ്രൂപ്പ് ഡൈനാമിക്സ് വായിക്കുന്നതിൽ നിങ്ങളെ മാസ്റ്ററാക്കും. ട്രിക്ക് 10. ഭക്ഷണത്തിന്റെ ശാന്തത, ദ കാംനെസ് ഓഫ് ഫുഡ്. ആരെങ്കിലും നിങ്ങളുമായി വഴക്കിടാൻ പോവുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പതുക്കെ എന്തെങ്കിലും കഴിക്കാൻ തുടങ്ങുക. ഭക്ഷണം കഴിക്കുന്നത് ശാന്തമാക്കുന്ന ഒരു പ്രവർത്തനമാണ്. ഇതിനെ സ്നാക്ക്മാൻ എഫക്റ്റ് എന്ന് വിളിക്കുന്നു. ഒരിക്കൽ രണ്ടാളുകൾ തമ്മിൽ രൂക്ഷമായ വാഗ്വാദം നടക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ പിസ്സ കഴിക്കാൻ തുടങ്ങി. ഫലം അന്തരീക്ഷം ശാന്തമായി, വഴക്ക് ഒഴിവാക്കപ്പെട്ടു. ഇത് മനഃശാസ്ത്രത്തിന്റെ ഒരു അദ്വിതീയ ആയുധമാണ്. ട്രിക്ക് 11. ഗ്യാസ് ലൈറ്റിംഗ്, ഏറ്റവും അപകടകരമായ ആയുധം. ഗ്യാസ് ലൈറ്റിംഗ്, ദ മോസ്റ്റ് ഡേഞ്ചറസ് വെപ്പൺ. ഇനി ഡാർക്ക് സൈക്കോളജിയിലെ ഏറ്റവും അപകടകരമായ തന്ത്രത്തെക്കുറിച്ച് സംസാരിക്കാം. ഗ്യാസ് ലൈറ്റിംഗ്. ഇത് വളരെ ശക്തമായതിനാൽ ഇതിനൊരു പ്രത്യേക വീഡിയോ തന്നെ ആവശ്യമാണ്. എന്നാൽ ഞാൻ അതിന്റെ രത്നചുരുക്കം പറയാം. ഗ്യാസ് ലൈറ്റിംഗിൽ നിങ്ങൾ ഒരാളെ അവരുടെ സ്വന്തം വിവേകത്തിൽ സംശയിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾ അവരുടെ സാധനങ്ങൾ മാറ്റിവെക്കുന്നു. അവർ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്നു, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, നിനക്ക് തോന്നിയതാണ്. ക്രമേണ അവർ സ്വയം ഭ്രാന്തന്മാരായി കരുതാൻ തുടങ്ങുന്നു. ഈ തന്ത്രം ബന്ധങ്ങളിൽ വളരെയധികം ഉപയോഗിക്കപ്പെടുന്നു. ഇതിന്റെ ദുരുപയോഗം വിനാശകരമാണ്. ശ്രദ്ധിക്കുക. ട്രിക്ക് 12. ലവ് ബോംബിംഗ്, ശ്രദ്ധയുടെ കളി. ലവ് ബോംബിംഗ് ആൻഡ് ദി അറ്റൻഷൻ ഗെയിം. നിങ്ങളൊരാൾക്ക് വളരെയധികം സ്നേഹം നൽകി അവർക്ക് നിങ്ങളില്ലാതെ അപൂർണത അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇതാണ് ലവ് ബോംബിംഗ്. ലവ് ബോംബിംഗ്. വഞ്ചകൻ ആദ്യം നിങ്ങളെ സ്നേഹവും ശ്രദ്ധയും കൊണ്ട് മുടിക്കി മറയ്ക്കും. എന്നിട്ട് പെട്ടെന്ന് അപ്രത്യക്ഷനാകും. നിങ്ങൾ അവരുടെ സ്നേഹത്തെ മിസ് ചെയ്യാൻ തുടങ്ങും. പിന്നെ അവർ തിരിച്ചുവരും. ഈ ചക്രം ആവർത്തിച്ച് സംഭവിക്കുന്നു. ഫലം നിങ്ങൾ അവരുടെ നിയന്ത്രണത്തിൽ കുടുങ്ങുന്നു. ഈ തന്ത്രം വളരെ അപകടകരമാണ്. ആളുകൾക്ക് വർഷങ്ങളോളം ഇതിന്റെ കെണിയിൽ നിന്ന് പുറത്തുവരാൻ കഴിയുന്നില്ല. ട്രിക്ക് 13. മൂന്നാമത്തെ വ്യക്തിയുടെ കളി, ദ തേർഡ് പേഴ്സൺസ് ഗെയിം. ഇത് എന്റെ പ്രിയപ്പെട്ട തന്ത്രങ്ങളിലൊന്നാണ്. വഞ്ചകൻ നിങ്ങളുടെ മുന്നിൽ ഒരു മൂന്നാമത്തെ വ്യക്തിയെ കൊണ്ടുവരികയും നിങ്ങൾക്ക് നൽകുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ അവർക്ക് നൽകുകയും ചെയ്യുന്നു. ഇത് നിങ്ങൾക്ക് അസൂയ, ദേഷ്യം അല്ലെങ്കിൽ സങ്കടം എന്നിവ അനുഭവിക്കാൻ കാരണമാവുന്നു. എല്ലാ തവണയും വഞ്ചകനാണ് പ്രയോജനം നേടുന്നത്. ഈ തന്ത്രം നിങ്ങളുടെ വികാരങ്ങളെ ആയുധമാക്കി നിങ്ങളെ നിയന്ത്രിക്കുന്നു. ട്രിക്ക് 14. മൗനത്തിന്റെ ശക്തി, ദ പവർ ഓഫ് സൈലൻസ്. ചിലപ്പോൾ നിശബ്ദത വാക്കുകളേക്കാൾ കൂടുതൽ സംസാരിക്കും. നിങ്ങൾക്ക് ഒരാളെ നിയന്ത്രിക്കണമെങ്കിൽ അല്ലെങ്കിൽ അവരുടെ സത്യം പുറത്തുകൊണ്ടുവരണമെങ്കിൽ മൗനം ഉപയോഗിക്കുക. നിശബ്ദത മുന്നിലിരിക്കുന്ന വ്യക്തിയെ കുഴപ്പത്തിലാക്കുന്നു. അവർക്ക് ദേഷ്യം വരും, അല്ലെങ്കിൽ അവർ സ്വയം സംശയത്തിലാവും. ഈ തന്ത്രം വളരെ ശക്തമാണ്. ഒന്നും പറയാതെ നിങ്ങൾക്ക് മറ്റൊരാളെ നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കാൻ കഴിയും. ട്രിക്ക് 15. വിധിതീർപ്പും കുറ്റബോധവും, ജഡ്ജ്മെന്റ് ആൻഡ് ഗിൽറ്റ്. വഞ്ചകൻ നിങ്ങളുടെ ദുർബലതകളെ ആയുധമാക്കുന്നു. നിങ്ങളുടെ തെറ്റുകൾക്കു വേണ്ടി അവർ നിങ്ങളെ വിധിക്കും, ആ തെറ്റുകൾ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ പോലും. ഉദാഹരണത്തിന്, അവർ പറയും, ഞാൻ നിനക്ക് വേണ്ടി എല്ലാം ചെയ്യുമ്പോൾ നീ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇത് നിങ്ങളെ കുറ്റബോധത്തിൽ മുക്കിക്കളയുന്നു. നിങ്ങളുടെ ആത്മാഭിമാനം തകരാൻ തുടങ്ങുന്നു. ഈ തന്ത്രം നിങ്ങളെ പൂർണ്ണമായും അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നു. ട്രിക്ക് 16. റീഫ്രെയിമിംഗിന്റെ കെണി, ദ ട്രാപ്പ് ഓഫ് റീഫ്രെയിമിംഗ്. വഞ്ചകൻ സാഹചര്യത്തെ സ്വന്തം നേട്ടത്തിനായി മറിച്ചുകളയുന്നു. ഉദാഹരണത്തിന്, അവർ പറയും, ഞാൻ നിന്നെ അത്രയധികം സ്നേഹിക്കുന്നു, അതുകൊണ്ടാണ് എനിക്ക് അസൂയ തോന്നുന്നത്. ഇതാണ് റീഫ്രെയിമിംഗ്. അവർ അവരുടെ തെറ്റിനെ ന്യായീകരിക്കുകയും നിങ്ങളെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്യുന്നു. ഈ തന്ത്രം വളരെ സൂക്ഷ്മമാണ്. നിങ്ങൾ കെണിയിൽ അകപ്പെട്ടു എന്നുപോലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ട്രിക്ക് 17. ഭയത്തിന്റെ കളി, ദ ഗെയിം ഓഫ് ഫിയർ. മാർക്കറ്റിംഗിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന തന്ത്രമാണ് ഭയം സൃഷ്ടിക്കുക. നിങ്ങൾ ഈ ഉൽപ്പന്നം വാങ്ങുന്നില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ ദുർബലരായി തുടരും എന്നതുപോലെ. ഈ ഭയം നിങ്ങളെ നിർബന്ധിതരാക്കുന്നു. വഞ്ചകനും ഇതുതന്നെയാണ് ചെയ്യുന്നത്. അവർ നിങ്ങളുടെ ഉള്ളിൽ ഭയം സൃഷ്ടിക്കുന്നു. നീ ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ നിന്നെ ഉപേക്ഷിക്കും എന്നതുപോലെ. ഈ തന്ത്രം വളരെ അപകടകരമാണ്.
ഇത് നിങ്ങളെ പൂർണ്ണമായും അവരുടെ അധീനതയിലാക്കും. ട്രിക്ക് 18. ഇരയുടെ കാർഡ്, ദ വിക്ടിം കാർഡ്. വഞ്ചകൻ സ്വയം ദുർബലനായും നിസ്സഹായനായും കാണിക്കുന്നു. അവർ പറയും, എനിക്ക് വളരെ മോശം കാര്യങ്ങൾ സംഭവിച്ചു, എനിക്ക് നിങ്ങളുടെ സഹായം വേണം. ഇതിലൂടെ അവർ നിങ്ങളുടെ സഹാനുഭൂതിയും ശ്രദ്ധയും നേടുന്നു. എന്നിട്ട് ക്രമേണ ഈ ശ്രദ്ധ നിങ്ങളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നു. ഈ തന്ത്രം ബന്ധങ്ങളിൽ വളരെ സാധാരണമാണ്. ട്രിക്ക് 19. ഭീഷണിയുടെ സമ്മർദ്ദം, ദ പ്രഷർ ഓഫ് ത്രെറ്റ്. നിങ്ങൾ അവരുടെ നിയന്ത്രണത്തിൽ നിന്ന് പുറത്തുപോവുകയാണെന്ന് വഞ്ചകന് തോന്നുമ്പോൾ അവർ ഭീഷണിപ്പെടുത്താൻ തുടങ്ങും. നീ ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ നിന്നെ ഉപേക്ഷിക്കും എന്നതുപോലെ. ഈ തന്ത്രം നിങ്ങളുടെ ഭയത്തെയും അടുപ്പത്തെയും മുതലെടുക്കുന്നു. ഇത് വളരെ അപകടകരമാണ്. ആളുകൾ ഇതിന്റെ കെണിയിൽ വീണ് അവരുടെ ജീവിതം നശിപ്പിക്കുന്നു. ട്രിക്ക് 20. വികാരങ്ങളുടെ മിശ്രിതം, ദ കോക്ടെയിൽ ഓഫ് ഇമോഷൻസ്. അവസാനത്തേതും ഏറ്റവും അപകടകരവുമായ തന്ത്രം. വഞ്ചകൻ നിങ്ങളുടെ വികാരങ്ങളെ ഒരു കോക്ടെയിൽ പോലെ കൂട്ടിക്കലർത്തുന്നു. സ്നേഹം, ഭയം, കുറ്റബോധം, അസൂയ. അവർ ആദ്യം നിങ്ങൾക്ക് സ്നേഹം നൽകുന്നു, പിന്നെ ഭയപ്പെടുത്തുന്നു, പിന്നെ കുറ്റബോധം തോന്നിക്കുന്നു. ഈ ചക്രം വളരെ സങ്കീർണമാണ്. നിങ്ങൾ എപ്പോഴാണ് അവരുടെ നിയന്ത്രണത്തിൽ വന്നതെന്ന് പോലും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇതാണ് ഡാർക്ക് സൈക്കോളജിയുടെ ഏറ്റവും മരണകരമായ ആയുധം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് ഡാർക്ക് സൈക്കോളജിയുടെ ലോകത്തിന്റെ ഒരു കാഴ്ച. ഈ തന്ത്രങ്ങൾ ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കുക. കാരണം ഈ ശക്തി എത്രത്തോളം ആകർഷകമാണോ അത്രത്തോളം അപകടകരവുമാണ്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടുക. നിങ്ങളുടെ പ്രിയപ്പെട്ട തന്ത്രം ഏതാണെന്ന് കമന്റുകളിൽ ഞങ്ങളെ അറിയിക്കുക. അടുത്ത തവണ ഈ പരമ്പരയുടെ അടുത്ത ഭാഗത്തിൽ നമ്മൾ കൂടുതൽ ആഴത്തിൽ പോകും. അതുവരെ നിങ്ങളുടെ മനസ്സിനെ തീവ്രമായി നിലനിർത്തുക. ആരുടെയും നിയന്ത്രണത്തിൽ അകപ്പെടാതിരിക്കുക.